ഈ ഒരു സെഷനിൽ നമ്മൾ കാസ്റ്റിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ഷൻ ദാറ്റ് ചേഞ്ചസ് ദ ടൈപ്പ് ഫ്രം വൺ എക്സ്പ്രഷൻ ടു അനദർ. അതായത് ഒരു എക്സ്പ്രഷനിലെ ടൈപ്പ് നമുക്ക് ഒരു ടൈപ്പിൽ നിന്ന് നമുക്ക് മറ്റൊരു ടൈപ്പിലേക്ക് ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിനെയാണ്, ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇൻറ്റീജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ എനിക്ക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്യാണ് ബോക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 5 സ്റ്റോർ ചെയ്തു. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റീജർ ആണ് അല്ലേ? ഇൻറ്റീജർ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എക്കോ get type of $box semicolon. Then ഞാൻ സേവ് ചെയ്യുന്നു. ദെൻ എൻ്റെ ബ്രൗസറിൽ വന്നിട്ട് റീലോഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇൻറ്റീജർ ടൈപ്പ്. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. എൻ്റെ വിത്ത് വാല്യൂ വെച്ചിട്ട് അതിന് var dump എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്താൽ മതി. അതിനായിട്ട് ഞാൻ $box എന്ന് നൽകി, $box സെമിക്കോളൻ ദെൻ സേവ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോമൻറ്റ് ചെയ്യുന്നു. 2 സ്ലാഷുകൾ ഉപയോഗിച്ച് നമ്മളിങ്ങനെ നൽകുകയാണെങ്കിൽ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അത് കോമൻ്റ് ആയിട്ട് മാറുകയാണ്. സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇൻറ്റീജർ ടൈപ്പ് ഓഫ് 5 ഇൻറ്റീജർ ടൈപ്പാണ്. ഓക്കെ, അതായത് ഇവിടെ ബോക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റീജർ ടൈപ്പ് വാല്യൂവിനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ എനിക്ക് കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത്? എനിക്കിവിടെ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. str വാൽ, അതുപോലെ തന്നെ ഇൻറ്റ് വാല്, അതുപോലെ തന്നെ ഫ്ലോട്ട് വാല് തുടങ്ങിയ ഫങ്ഷൻസുകൾ ഉപയോഗിച്ച് എനിക്ക് കൺവേർഷൻ സാധ്യമാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ $bin എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ബിന്നിലേക്ക് ഞാൻ ബോക്സിനെ കൺവേർട്ട് ചെയ്യുന്നു. ബോക്സിൽ ഇൻറ്റീജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? str വാൽ എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു. ഓക്കെ, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? $boxനെ കൊണ്ടുവരുന്നു, സെമിക്കോളൻ. ഇനി ഞാൻ എക്കോ ചെയ്യാണ് bin സെമിക്കോളൻ ദെൻ സേവ് ആൻഡ് റീലോഡ്. ഓക്കെ, ഇവിടെ 5 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷേ അത് ഇൻറ്റീജർ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് യഥാർത്ഥത്തിൽ ഇത് സ്ട്രിങ് ആയി മാറിയിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്കോ ഞാനിവിടെ ഒരു ബ്രേക്ക് നൽകുകയാണ്, br സെമിക്കോളൻ. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്യുന്നു? var dump of bin സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും സ്ട്രിങ് ഓഫ് 1 then 5. വേണമെങ്കിൽ നമുക്ക് ഈ ഗെറ്റ് ടൈപ്പ് ഇവിടെ വീണ്ടും ഒന്നും കൂടെ കോൾ ചെയ്യാം. ലൈൻ ബ്രേക്കിനായിട്ട് വീണ്ടും ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുകയാണ്. ഇവിടെ ബിന്നിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ റീലോഡ്, കണ്ടോ, നമുക്ക് സ്ട്രിങ് എന്നാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബോക്സിനെ ഇനി നമുക്ക് ഫ്ലോട്ട് ടൈപ്പ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിനെ ബോളിയനിലേക്ക് മാറ്റാനും സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ബോക്സിനെ തന്നെ റീഅസൈൻ ചെയ്യുകയാണ്. ബോക്സ് ഈക്വൽസ് ബൂൾ വാൽ ഓഫ് ബോക്സ് തന്നെ. ഓക്കെ, സെമിക്കോളൻ ദെൻ ലൈൻ ബ്രേക്കിനായിട്ട് br സെമിക്കോളൻ ദെൻ ഞാൻ ബോക്സ് പ്രിൻ്റ് ചെയ്യാണ്. എക്കോ $box സെമിക്കോളൻ ദെൻ റീലോഡ് ചെയ്യുന്നു. ഇവിടെ 1 എന്നാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? 1 or 0 മാത്രമായിരിക്കും നമുക്ക് വരിക. എന്താണ്? ബൂളിയൻ എന്ന് പറയുന്ന ടൈപ്പിൽ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗെറ്റ് ടൈപ്പ് ഓഫ് $box ദെൻ സേവ് ചെയ്തു, റീലോഡ് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നൽകണം, എക്കോ നൽകിയില്ല, സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ്. അത് ഏത് ടൈപ്പാണ്? ബൂളിയനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ടൈപ്പിൽ നിന്ന് ഒരു എക്സ്പ്രഷനെ ഒരു ടൈപ്പിൽ നിന്ന് മറ്റ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് കാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഫങ്ഷൻസുകൾ ഞാൻ പറയാം. ഇനി ഞാൻ ഈ ഒരു സെഷനിലുള്ള കോഡുകളെല്ലാം തന്നെ, ഇവിടം വരെയുള്ള കോഡുകളെല്ലാം തന്നെ ഫുൾ കോമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനായിട്ട് ഒരു സ്ലാഷ് നൽകി, അതിനുശേഷം ഒരു ആസ്റ്ററിസ്ക് നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു സ്ലാഷ് നൽകി, അതിനുശേഷം ഒരു സ്റ്റാർ നൽകി, അതിനുശേഷം ആ സ്റ്റാർ ക്ലോസ് ചെയ്തു, അതിനുശേഷം ഒരു സ്ലാഷ് നൽകിയാൽ അതിനുള്ളിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് നൽകാൻ സാധിക്കും. ഇത് ഒരു സിംഗിൾ ലൈൻ കമൻ്റ് ആയിരുന്നു, എന്നാൽ ഇതൊരു മൾട്ടി ലൈൻ കമൻസിനെയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്.
ഇനി മറ്റ് കൺവേർഷൻസുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ $x ഈസ് ഈക്വൽ ടു 12.0 എന്ന് നൽകി. ഇത് പ്രോബ്ലി ഏത് ടൈപ്പ് ആയിരിക്കും? ഇത് ഒരു ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഡംപ് ഓഫ് $x എന്ന് നൽകി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും. റീലോഡ് ചെയ്യുന്നു, നമുക്ക് കാണാൻ സാധിക്കും ഫ്ലോട്ട് ആണ്. അപ്പോൾ ഈ ഫ്ലോട്ട് ടൈപ്പിൽ നിന്ന് എനിക്ക് ഇതിനെ ഇൻറ്റിജർ ടൈപ്പിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എക്കോ ഞാനിവിടെ $1 പ്രിൻറ്റ് ചെയ്യുകയാണ്. $x ഡോട്ട് br ലൈൻ ബ്രേക്കിനാണ് ഞാൻ അങ്ങനെ നൽകുന്നത്. സേവ് ചെയ്യുന്നു. ഇതേ എക്സിനെ തന്നെ എനിക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അത് പോസിബിൾ ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? $x ഈക്വൽസ് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റ് വാൽ ഓഫ് $x. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഡംപ് ചെയ്യുന്നു. ഡംപ് ഓഫ് $x സെമിക്കോളൻ, സേവ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ റീലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 12 എന്ന് കാണാനായിട്ട് കഴിയും. ഓക്കെ, അതിനെ ഇൻറ്റീജറിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻറ്റ്. അപ്പോൾ അതിൻ്റെ ഗെറ്റ് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റീജർ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഗെറ്റ് ടൈപ്പ് കണ്ടോ, നമുക്ക് അവിടെ ഇൻറ്റീജർ എന്ന് ആണ് വന്നിരിക്കുന്നതിനെ കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഫങ്ഷൻസുകൾ ഏതൊക്കെയാണ്? str വാൽ, അതുപോലെ തന്നെ ഇൻറ്റ് വാൽ, അതുപോലെ തന്നെ ഫ്ലോട്ട് വാൽ തുടങ്ങിയ ഫങ്ഷൻസുകളാണ് നമ്മളെ ഇതിനെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.